ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് എന്താണെന്നുള്ളതാണ്. വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അത് റെസണേറ്റ് ആയാൽ ആയി എന്നും അല്ലെങ്കിൽ അല്ലെന്ന് തന്നെ എഴുതി അറിയിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നൊന്നുമില്ല. അങ്ങനെ ആകുന്നവർ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന കാര്യം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം. ഏഞ്ചൽ ഓഫ് ലവ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഹീലർ ഓഫ് ദ ഏജസ്, ഹ്യൂമൻ ഹോൾഡിങ് എ കോയിൻ, ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് വന്നു. ഏഞ്ചൽ ഓഫ് ബാലൻസ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അഡ്ജസ്റ്റൻ്റ് പോസിബിലിറ്റീസ്, മാൻ ഹോൾഡിങ് എ കോയിനും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ഏഞ്ചൽ ഓഫ് ലവ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ഏഞ്ചൽ ഒരു റോസ് കോഡ്സ് ക്രിസ്റ്റലും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചില ആൾക്കാർ പാസ്റ്റിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഒക്കെ ഹീൽ ചെയ്ത് അവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. അവരുടെ കാർമികമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് തീർത്തതിന് ശേഷം, അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് കഴിഞ്ഞു പോവുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത് അത് ഹീലായി എന്നുള്ളതാണ് ഈ റോസ് കോഡ്സ് പറയുന്നത്. പിന്നെ പ്രണയം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്നേഹം നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. മാത്രമല്ല നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്കൊരു പാർട്ട്ണർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സമയം അല്ലെങ്കിൽ എനർജി ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇമോഷണലി ഒട്ടും തന്നെ അവൈലബിൾ ആകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കാത്തിരുന്ന് മടുത്ത ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്കൊരു പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത്. അപ്പോൾ പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് വരുന്ന വ്യക്തികളുടെ ഇൻറ്റൻഷൻ. നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൽ കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു ചാടി വേറൊരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക. പക്ഷെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും ഒന്നിലധികം തവണ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിനകത്തൊരു നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹം നടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ വിമൻ ഹോൾഡിങ് എ കോയിനാണ് വന്നിട്ടുള്ളത്. ഒരു കോയിൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിൽ സ്ത്രീകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം ചെയ്യുന്ന കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടി ചെയ്യാനൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം പൈസ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളാണ് കാണുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് അല്ലാത്ത ആൾക്കാർക്ക് ഒരു സ്ത്രീ നിമിത്തം
ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിലൂടെയോ അഡ്വൈസിലൂടെയോ ഒരു ഹെൽപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്കൊരു ഒരു പൈസ വരുന്ന ഒരു എനർജിയാണ്. ഒരു കാരണം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും തളർന്നിരിക്കുന്ന സമയത്ത് ഒരു കൈ തന്ന് സഹായിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. മേ ബി ഇതൊരു പ്രണയത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്. ഇതിൽ ഹീലർ ഓഫ് ദ ഏജസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു കാർഡ് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഗുണങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഈ ഒരു സമയം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഇതിനകത്തൊരു ഹാർട്ട് ചക്രയുണ്ട്. ഈ ഒരു ഏഞ്ചല്, ഈ ഒരു ഹാർട്ട് ചക്ര ശരിക്കും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാൻ ഈ ഏഞ്ചലിന് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഏത് സമയത്താണ് ഇത് കാണുന്നുണ്ടെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആൾറെഡി ഹീലേഴ്സ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സെൽഫായിട്ടത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയം എന്നുള്ളതാണ്. പിന്നെ ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പെറിറ്റി വരുന്ന ഒരു സമയമാണ് കാണുന്നത്. ഇതിൽ ഒരുപാട് സാധ്യതകൾ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ഒരു ഗേറ്റിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ഗേറ്റ് തുറക്കാനുള്ള ഒരു കീയും ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിൽ തന്നെ ഉണ്ട്, അബണ്ടൻസ് നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളത് കണ്ടുപിടിച്ച് അത് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കയറേണ്ടത് നമ്മൾ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. എപ്പോഴും എല്ലാവരും ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായ ആൾക്കാർ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് സാധ്യതകൾ ദൈവം കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് വേണ്ടത്ര മൂല്യം നിങ്ങൾ കൊടുത്തിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്തില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സാധ്യതകൾ വരും. ഈ സാധ്യതകളൊന്നും നമ്മൾ നല്ലപോലെ വിനിയോഗിക്കാതെ ആ സമയത്ത് നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും എൻഗേജ്ഡ് ആയി പോവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മളിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഫിനാൻസ്. അപ്പം അതുണ്ടെങ്കിലേ നമുക്ക് എല്ലാം ഉള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഫിനാൻസ് വേണം. എന്ത് കാര്യത്തിനും നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ്. പക്ഷെ അത് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് അത്രത്തോളം ബോധവടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ ഇത് ഫിനാൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഫിനാൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ അത്രയും നന്നായിട്ട് അത് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ദൈവം വീണ്ടും തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടു തരുന്നുണ്ട്. പക്ഷേ ഈ തവണ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള റിസോഴ്സസിനെ ഉപയോഗിക്കാൻ കൃത്യമായിരിക്കണം. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് പറഞ്ഞിട്ടുള്ളത്. ദ ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ഏഞ്ചൽ ഒരു ബ്ലൂ ലൈറ്റ് പിടിച്ചിട്ട് ഒരു പിരമിഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങൾ
ശരിക്കും നമുക്കറിയാം ഈ പിരമിഡ് വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പിരമിഡിനകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം, പിരമിഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് എനർജി പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും പിരമിഡിലൂടെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത്, വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഏഞ്ചലിനെ വിളിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ഏഞ്ചലിനെ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഹൈ എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പറ്റുമെന്നുള്ളത് റേക്കിയൊക്കെ പഠിച്ച ആൾക്കാർ നിങ്ങളൊരു പിരമിഡ് ഉണ്ടാക്കി, ജസ്റ്റ് ഒരു പേപ്പർ പിരമിഡ് ആയാലും മതി, അത് തലയിൽ വെച്ച് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാർ ഈ മെഡിറ്റേഷൻ സെൻറ്ററിലൊക്കെ ഈ പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെഡിറ്റേറ്റ് ചെയ്യുന്ന പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ എനർജി നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് വരും. വലിയ ആ എനർജി ഫ്ലോ ഭയങ്കര നല്ലതായിരിക്കും, പെട്ടെന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ പിരമിഡിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതിപ്പോൾ ഇതിൽ കൂടെ പറയാൻ പറ്റില്ല. പിന്നെ ഒരാൾ എന്നോട് ഇന്നലെ മെസ്സേജ് അയച്ചതാണ്, അത് പറയണമെന്നുകൂടി പറഞ്ഞു കേട്ടോ. അതിപ്പം ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ അത് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതാണ്. എനിക്കത് ഇങ്ങനെ അവരുടെ നടന്ന കുറേ കാര്യങ്ങൾ അതിങ്ങനെ എല്ലാവരും രഹസ്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വെക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അതിരുന്ന് ചാനലിൽ പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കുറേയധികം കാര്യങ്ങളുണ്ട് പറയാൻ, ദിവസവും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് പറയുന്നത് എനിക്ക് താല്പര്യമില്ല, ഓരോരുത്തരുടെയും പ്രൈവസിയാണത്. പക്ഷേ ഈ ഒരാൾ എന്നോട്, എൻ്റെ സബ്സ്ക്രൈബറാണ്, എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഖായേൽ മാലാഖയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിഖായേൽ മാലാഖ ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു 3 ദിവസം മിഖായേൽ മാലാഖയുടെ ഫോട്ടോ നെറ്റിൽ നിന്ന് എടുത്ത് വെളുപ്പിന് 3 മണിക്ക് അതിൽ നോക്കി ഒരു പ്രത്യേക കാര്യം അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളായിട്ട്, 1 വർഷം മുന്നേ നടന്ന ഒരു കാര്യം, അത് ഒരിക്കലും പിന്നെ അതൊരു സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അന്നേ ദിവസം 3-ാമത്തെ ദിവസം അത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പം മാലാഖമാരുടെ ആ ഒരു ശക്തി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ പറയണം, ചാനലിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖമാരെ കുറിച്ച് കൂടുതൽ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അത് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെ മാലാഖമാരെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സഹായം കിട്ടും അവരിൽ നിന്ന്. പെട്ടെന്ന് നമ്മൾ ഇപ്പം പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഒരു സമയത്ത് മാലാഖമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്ന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ മിഖായേൽ മാലാഖയെ വിളിച്ച അദ്ദേഹത്തിന് 3-ാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം നടന്നു കിട്ടും. ഒരു മിറക്കിള് പോലെ, ഒരിക്കലും നടക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചത് ഭയങ്കര അത്ഭുതമായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നതാണ്. അപ്പം റീഡിങ്ങിൽ മാലാഖമാരെ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഇതിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം അത് ആ മാലാഖയെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എനിക്കും മാലാഖമാരെ കുറിച്ച് അത്ര അധികമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്കൊരു നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. അത് നമ്മൾ റേക്കി പഠിക്കുമ്പോഴും ആകാശിക് റെക്കോർഡ് പഠിക്കുമ്പോഴും, എനിക്ക് ഈ ആകാശിക് റെക്കോർഡ് പഠിച്ച സമയത്താണ് മാലാഖമാരെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയത്. അതുവരെ അത്ര ഇപ്പോൾ മാലാഖമാരുണ്ട്, പിന്നെ കുറച്ച് മാത്രമേ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആകാശിക് റെക്കോർഡ് എൻ്റെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാലാഖമാരെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ മാലാഖമാരെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ നമ്മളുടെ സഹായത്തിനെത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് മാലാഖമാരെ നിങ്ങൾക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ അടുത്ത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വാട്ട്സ് നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കിയത്, അടുത്ത് എന്താണ് വരാൻ പോണതെന്ന്. അപ്പോൾ ഇതിൽ കുറച്ച് പൈസയും ഇതിനകത്ത് കുറേ ചെലന്തി വലയൊക്കെ ഉള്ള പഴയ ഒരു കബോർഡിനകത്ത് കുറച്ച് പൈസ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസയും അതെങ്ങനെ ചിലവാക്കണം എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട്
നിങ്ങൾ നിങ്ങളുടെ ഈ മണി ബ്ലോക്സ് മാറ്റണം എന്നുള്ളത്. കുറച്ച് മണി ബ്ലോക്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ഇതിലേക്ക് ഒരു മണി ഫ്ലോ വരാത്തത്. ഇപ്പം ഈ ഒരു ഇത്രയും റീഡ് ചെയ്ത ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് ഈ പൈസ ചെലവഴിച്ചത്, പാസ്റ്റിൽ നിങ്ങൾ ചെലവഴിച്ചതിൻ്റെ ഫലമായിരിക്കാം നിങ്ങളിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി, കുറച്ച് പൈസ വെച്ച് ബുദ്ധിമുട്ടി ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നു എന്നാണ് അവസാനത്തെ കാർഡ് വന്നിട്ടുള്ളത്. എ മാൻ ഹോൾഡിങ് എ കോയിനാണ്. ഇത് നമുക്ക് പറയാം, ഇതിലും അഡ്ജസ്റ്റ്മെന്റ് പോസിബിലിറ്റീസ് ആണ്. ധാരാളം വാതിലുകൾ നിങ്ങൾക്കുണ്ട്. ഇപ്പം ഒരു കബോർഡിനകത്ത് കുറച്ച് പൈസ നിങ്ങളിലുള്ളൂ എന്നുണ്ടെങ്കിൽ കുറേയധികം വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വാതിലുകൾ തുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളത് കാണണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മുന്നിലുള്ള വാതിലുകളെല്ലാം അടച്ചിട്ട് നമ്മളകത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അത് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മാൻ ഹോൾഡിങ് എ കോയിനാണ് ഓവറോൾ എനർജി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിമനും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്ന എല്ലാവർക്കും, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, രണ്ടുപേർക്കും, ഇപ്പം പുരുഷന്മാരാണ് കാണണമെങ്കിൽ അവർക്ക് അവരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പുതിയ സാധ്യതകളും സാഹചര്യങ്ങളും തുറക്കാനുള്ള ഒരു അനുഗ്രഹം അവരിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പിലൂടെ ഒരു പൈസയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി വരാം. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയുന്ന നിലയിലൂടെ ആരെങ്കിലും നിങ്ങൾക്ക് വന്ന് നിങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ നിലനിർത്തണം എന്നൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ നല്ലപോലെ ചിലവാക്കിയാൽ, നിങ്ങൾ നല്ലപോലെ മീൻസ് പൈസ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് വളരെയധികം നന്ദി പറഞ്ഞ് നമ്മൾ പൈസ വളരെ ഹാപ്പി ആയിട്ട് ചിലവാക്കണം. നമ്മൾ പൈസ ചിലവാക്കുന്ന സമയത്ത് പൈസ പോയല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഒരാളിന് കൊടുക്കാനോ ഒരു സാധനം വാങ്ങാനോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഈ വരുന്ന സമയത്ത് ഒരുപാട് വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളത് എല്ലാം വാതിലുകളെല്ലാം അടച്ച് നിങ്ങൾ അകത്തിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫാണ് നമ്മൾ നോക്കിയത്, അടുത്ത ഘട്ടം. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.